അങ്ങനെ കുറേ പേര് കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചുകൊണ്ടിരുന്ന നിഞ്ച അറഷി. ഇത് 2D ആക്ഷൻ പ്ലാറ്റ്ഫോമർ വീഡിയോ ഗെയിമാണ്. ഈ ഗെയിം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് പാന്തർ ഗെയിം സ്റ്റുഡിയോസ് എന്ന ഇൻഡി ഗെയിം സ്റ്റുഡിയോസ് ആണ്. നമ്മളൊരു അറാഷി, ഒരു റിട്ടയർഡ് ആയിട്ടുള്ള ലെജൻഡറി നിഞ്ച ആയിട്ടാണ് കളിക്കാൻ പോകുന്നത്. ഈ നിഞ്ചയുടെ ഫാമിലി നശിക്കപ്പെട്ടതായിരുന്നു. ഓൾസോ അയാളുടെ മകനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി. ആരാ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയതെന്ന് നോക്കിയാൽ ഒരു ഷാഡോ, ഒരു ഡെവിൽ ഫിഗർ ആയിട്ടാണ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക. അതിൻ്റെ പേര് ഒറോച്ചി എന്ന രീതിയിലും പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ഷാഡോ ഡീമണാണ് ഈ ഒരു ക്യാരക്ടർ. സോ ഈ ഗെയിമിൻ്റെ സ്റ്റോറി മുന്നോട്ടേക്ക് പോകുന്നത് ഈ പയ്യനെ റെസ്ക്യൂ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടക്കിടക്ക് ചെറിയ ചെറിയ സ്റ്റോറി റിലേറ്റഡ് ഷോർട്സും കാര്യങ്ങളും ഇതിനകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഓൾസോ ആ ഒരു വേൾഡ് സെറ്റിംഗ് ഒരു കറക്റ്റായ രീതിയിലാണ് കാണിച്ചിട്ടുണ്ടാവുക. ഇതൊരു ഫാസ്റ്റ് ബേസ്ഡ് സൈഡ് സ്ക്രോളർ ഗെയിം ആണെന്നും പറയാം. ഇതിൻ്റെ RPG എലമെന്റ്സിന് കുറച്ച് മിക്സഡ് ആയിട്ടുള്ള റെസ്പോൺസ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായത്. ജമ്പിങ്, പാർക്കോർ, പിന്നെ മിലി അറ്റാക്സ്, റേഞ്ച്ഡ് വെപ്പൺസും കാര്യങ്ങളുണ്ട്. അതേപോലെ ഇതിൽ ട്രാപ്സ്, എനിമീസ്, ബോസ് ഫൈറ്റ്സും കാര്യങ്ങളും ഉണ്ട്. കറൻസിയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ബേസിക് ആയിട്ടുള്ള വീഡിയോ ഗെയിംസിൽ ഉള്ളതുപോലെ തന്നെ. അതേപോലെ അറാഷ്യ എബിലിറ്റീസ് എന്ന കുറച്ച് കാര്യങ്ങളും ഇതിലുണ്ട്. അത് നമ്മൾ ഈ കറൻസി വെച്ചിട്ട് പ്രോഗ്രസ് ചെയ്യുന്ന രീതിയിലാണ് കാണിച്ചിട്ടുണ്ടാവുക. ഗെയിമിന്റെ ലൂപ്പ് പോയിന്റ് എന്ന് പറയുന്നത് റൺ ചെയ്യുക, അറ്റാക്ക് ചെയ്യുക, അപ്ഗ്രേഡ് ചെയ്യുക. ഇതാണ് മെയിൻ ഗെയിമിന്റെ പ്രോഗ്രഷൻ. ഇതൊരു ടൈറ്റ് ആയിട്ടുള്ള ഒരു റെസ്പോൺസീവ് കൺട്രോൾസ് ആണ് കൊടുത്തിട്ടുണ്ടാവുക. അതാണ് ഒരു മെയിൻ സ്ട്രെങ്ത് ആയിട്ടും പറയുന്നത്. ഇതിൻ്റെ ലെവൽ ഡിസൈനിങ്ങും കാര്യങ്ങളും നോക്കിയാൽ കുറേ ട്രാപ്സും കാര്യങ്ങളുണ്ട് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹസാർഡ്സ്, അതായത് ഈ സ്പൈക്സ്, സോസ്, ടൈമഡ് ആയിട്ടുള്ള ട്രാപ്സ് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് വരുന്ന രീതിയിൽ ഈ ഗെയിമിൽ കുറവാണ്. അത്ര ഹാർഡായിട്ടുള്ള ട്രാപ്സ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ആ ഒരു എൻവിറോൺമെൻറ്റിൻ്റെ കൂടെ മിക്സ് ചെയ്ത രീതിയിൽ ഒരു പസിലിഷ് ആയിട്ടുള്ള ഒരു എനിമി ലേഔട്ടും കാര്യങ്ങളുമാണ് ഇതിൽ കൊടുത്തിട്ടുണ്ടാവുക. അതേപോലെ ഈ ഗോൾഡ്, ഡയമണ്ട് പോലെയുള്ള കാര്യങ്ങൾ അത് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അതൊക്കെ എനിമീസിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ടാവും. നമ്മൾ എടുക്കാൻ കുറച്ച് ഹാർഡായിട്ടുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തിട്ടുണ്ടാവുക. സോ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ RPG എലമെൻസിന് അത് പ്രോഗ്രസ് ആവാൻ വേണ്ടി ഇതൊക്കെയാണ് സഹായിക്കുന്നത്. ഗെയിമിൻ്റെ ആർട്ട് സ്റ്റൈലും അറ്റ്മോസ്ഫിയറും ആസ് യൂഷ്വൽ നമ്മുടെ ചാനൽ അധികം ചെയ്യുന്നത് പോലെ തന്നെ ഒരു ഡാർക്ക് മൂഡി ആയിട്ടുള്ള ഒരു ഇതിലാണ് കൊടുത്തിട്ടുള്ളത്. ഓൾറെഡി പറഞ്ഞതുപോലെ ഒരു സിൽ ഔട്ട് അറ്റ്മോസ്ഫിയറിക് എൻവിറോൺമെൻറ്റ് എന്ന രീതിയിലാണ് ഗെയിമിൻ്റെ ഒരു വിഷ്വലി നമ്മൾക്ക് കൺവേ ആയിട്ടുണ്ടാവുക. ഇതിൻ്റെ സൗണ്ടിൻ്റെയും മ്യൂസിക്കിൻ്റെയും കാര്യങ്ങൾ നോക്കിയാൽ പക്കയായിട്ട് ആ ഒരു ഗെയിമിൻ്റെ എൻവിറോൺമെൻറ്റിന് മാച്ച് ആവുന്ന രീതിയിൽ ആ ടെൻഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയും അങ്ങനത്തെ രീതിയിലാണ് ഇതിൻ്റെ സൗണ്ടും മ്യൂസിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഓൾസോ ഇതിന് നിഞ്ച അറഷി 2 ഒരു സീക്വലും വന്നതായിരുന്നു. അത് ഒരു സ്റ്റോറി ആയിട്ട് കണക്ഷനുള്ള രീതിയിൽ തന്നെയാണ് അതും വന്നിട്ടുണ്ടാവുക. കുറേ എനിമീസും കാര്യങ്ങളും സ്റ്റോറിയുടെ കണ്ടിന്യൂവേഷൻ എന്ന രീതിയിൽ കുറേ ആക്ട്സും കാര്യങ്ങളും വെച്ച് പുതിയ മെക്കാനിസവും കൊണ്ടുവന്നിട്ടുണ്ടാവും ഈ സെക്കൻഡ് പാർട്ടിൽ. ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഈ ഗെയിമിനൊരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് ഓവറോളായിട്ട് വന്നത്. അതിനകത്ത് മെയിനായിട്ട് ഈ കൺട്രോൾസും ഈ വിഷ്വലിയുള്ള ചാലഞ്ചും കാര്യങ്ങളാണ് മെൻഷൻ ചെയ്തിട്ടുണ്ടായത്. ഇതിനെ വെച്ചിട്ട് ഈ ഒരു ഗെയിം വെച്ചിട്ട് കുറേ ക്ലോൺസും കാര്യങ്ങളും ആൻഡ്രോയിഡ് ഡിവൈസസിലുണ്ട്. സോ ഈ ഒരു ഗെയിം കളിച്ചവർ എന്തായാലും ഉണ്ടാവും. കാരണം ഞാൻ കമൻറ്റ് സെക്ഷനിൽ കുറേ ഗെയിംസ് റിക്വസ്റ്റ് ചെയ്ത് ചോദിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അതിനകത്ത് സ്കോഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗെയിമിനെ കുറിച്ച് ഒരു ബ്രോ എല്ലാ വീഡിയോയിലും വന്ന് കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുവാണ്. സംഭവം ഞാൻ ആ ഗെയിം കളിച്ചിട്ടുമില്ല, അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. ഇനി ഞാൻ കളിച്ച് നോക്കി ട്രൈ ചെയ്തിട്ട് എനിക്ക് അതിനെക്കുറിച്ച് ഇടാൻ പറ്റും. അപ്പോൾ അത് കാരണമാണ് ഡിലേ ആവുന്നത്. അങ്ങനെ 1-2 ഗെയിംസിനെ കുറിച്ച് റിപ്പീറ്റഡ് ആയിട്ട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അതിലൊന്നായിരുന്നു ഈ നിഞ്ച അറഷി എന്നത്. ഇത് ഞാൻ പണ്ട് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. അതിൻ്റെ ഒരു ബേസിസിലാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ഇപ്പം ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇതേപോലെ തന്നെ നിങ്ങൾ ചോദിക്കുന്ന വീഡിയോസ് ഞാൻ മാക്സിമം ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. പക്ഷേ കളിക്കാത്ത ഗെയിംസിനെ കുറിച്ച് എനിക്കധികം അങ്ങനെ ചെയ്യാൻ എക്സ്പീരിയൻസ് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ സ്റ്റോറി മാത്രമാണ്, ഇല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള സീക്രറ്റ്സും കാര്യങ്ങളാണെങ്കിൽ എനിക്ക് വേറെ വെബ്സൈറ്റ്സിൽ നിന്ന് എനിക്ക് റെഫർ ചെയ്ത് എടുത്ത് പറയാൻ പറ്റും, കണ്ടൻറ്റ് അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷേ ഗെയിംസിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പം അത് കളിച്ചത് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. അങ്ങനത്തെ ഒരു ഇതില്ലത് കൊണ്ടാണ് ഞാൻ ട്രൈ ചെയ്തതിനെക്കുറിച്ച് മാത്രം വീഡിയോസ് ഈ ഒരു സീരീസിൽ ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ ഇതേപോലെ വേറെ ഗെയിം റിലേറ്റഡ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അത് താഴെ കമൻസിൽ മെൻഷൻ ചെയ്യൂ. ഈ ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെയുള്ള എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് നൽകിയതെന്നും താഴെ കമൻസിൽ അറിയിക്കുക. സോ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് എടുത്തുള്ള ബെല്ലൈക്കൺ സപ്പോർട്ട് ചെയ്യുക. ഇനി വേറൊരു നല്ല വീഡിയോ കാണുന്ന ഒരു ഇങ്ങോട്ട് ഫ്രം ഗെയിമിംഗ് എക്സ്ട്രൻസ്. പീസ് ഔട്ട്.